ഇന്ന് ശനിയാഴ്ച, രണ്ടാം ശനിയാഴ്ചയാണ്. അപ്പം ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് വേറൊന്നുമല്ല. ഞാൻ കുറച്ച് ദിവസത്തിൽ 11-ാം തീയതി കറക്റ്റ് 11-ന് എനിക്കുണ്ട് ഒരു ഫീല് പറയാനാണ്. ബാഡൊന്നുമല്ല, ഗുഡാണ്. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. ഒരു ലൈഫിൽ ഒരു ദിവസം ഞാൻ മറക്കില്ല. അത് ദിവസം ഒട്ടും ഞാൻ മറക്കില്ല. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഒട്ടും കഴിവില്ല അല്ല, മെയ് വഴക്കം പറഞ്ഞ സാധനം എനിക്കില്ല. ഈ സാധനമൊക്കെ ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും മെയ് വഴക്കുണ്ടാവില്ല. പക്ഷേ അന്ന് ആ ദിവസം എൻ്റെ അരങ്ങേറ്റായിരുന്നു. എൻ്റെ അമ്മ എന്താ പറയുക, നമുക്കൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ കുറേ എങ്ങനെ അതിന് മുമ്പെയുള്ള ദിവസങ്ങളിൽ കളിക്കാൻ പറ്റുമെന്നറിയില്ല. ഒരു ചെറിയൊരു വർണ്ണത്തിലൊരു പാർട്ട് വരെ എനിക്ക് നോക്കുമ്പോൾ ചിരി വരും. മുഖത്തേക്ക് നോക്കിയിട്ടൊരു ദേഷ്യപ്പെട്ട ക്യാരക്ടർ ചെയ്യുമ്പോൾ ചിരി വരും. ഈ ടൈമിൽ നമ്മൾ സ്റ്റേജിൽ നിന്ന് ചിരിച്ചാൽ മനസ്സിലാവും. ഇത് ടീച്ചർ കാണുമ്പോൾ ചിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ഓഡിയൻസ്, എവിടെ നിന്നൊക്കെയോ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ടാവും. പക്ഷേ അതുപോലെ അന്ന് ഞാൻ കൃത്യമായിട്ട് ചെയ്തു. അതിൻ്റെ ഫീലിംഗ് ഒക്കെ പറയാം. പിന്നെ 11-ാം തീയതി 11:20 എൻ്റെ അരങ്ങേറ്റുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു, ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നടന്ന് വരുന്ന ടൈമിനോ ഇതൊക്കെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ലേറ്റ് ആയിരുന്നു. പക്ഷേ എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നിന്നായിരുന്നു എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞത്. ആ ഒരു ടൈം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലമോ സന്തോഷം കൊണ്ട് എന്താ പറയുക, സത്യം പറയണമെന്നത് പറയാനായിട്ടൊരു ഇതില്ല. പിന്നെ അതിന് മുമ്പേയുള്ള ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിലും ഈ അമ്മമാരുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. ഇത് അമ്മമാരെന്ന് വെച്ചാൽ സത്യം പറയാം, എൻ്റെ അമ്മേനെ അല്ലാണ്ട് ഞാൻ പറയാം കേട്ടോ, എല്ലാവരുടെ അമ്മമാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതായത് ഇപ്പോൾ നമുക്ക് പാരൻസ് വലിയ സപ്പോർട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ പാരൻസ് ആണെന്നുണ്ടെങ്കിലും അന്ന് അവിടെ നിന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങൾക്ക് ശലങ്ക പൂജേൻ്റെ ഡേയിനും ഒക്കെ ഇവർ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രമായിരുന്നു. പിന്നെ നമുക്ക് ഗുരുവായൂർ ദിവസം ഇതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡി ആവാനൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ സിറ്റി കൊണ്ടൊക്കെ കൊടുത്തിട്ട് അത്. പിന്നെ തലേ ദിവസമാണെങ്കിൽ പോലും രാത്രിയാണ് ഞങ്ങളുടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് 6 മണിക്ക് കഴിഞ്ഞാക്കിയിട്ട് 7 മണിക്കാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഇത് ബുധനാഴ്ച ഞങ്ങൾ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. 6 മണി ടു 7 മണിയായിരുന്നു. ഞങ്ങൾ ഇത് വേറെ അങ്ങനെ ഒരു സ്ഥലത്താണ്. അപ്പോൾ ചെറിയ മേലൊരു ഡാൻസ് ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. പക്ഷേ അന്നേരത്തും സത്യം പറയുന്ന പാരൻസിന് അവിടെ ഇട്ട് പോകും. പക്ഷേ ഒരു പാരൻറ്റും അങ്ങനെ ചെയ്തില്ല. അത് തിരക്കുള്ള പാരൻസൊക്കെയാണ് അങ്ങനെ ചെയ്തത്. പിന്നെ അതായത് എൻ്റെ അമ്മയൊന്നും നടന്നിട്ടില്ല, അത് വേറെ കാര്യം. ഇത് ബാക്കിയുള്ള പാരൻസൊക്കെ ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കണ്ടു നിൽക്കുകയെന്ന് വെച്ചാൽ അവരത്രയും നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് ഇനി വലിയ കാര്യത്തിലൊന്നും പറയാനില്ലെങ്കിലും അവരോട് ഭയങ്കര ഇതുണ്ട്. കാരണം കുട്ടികൾക്ക് വേണ്ടി കാത്തുനിന്ന് എൻ്റെ അമ്മയൊക്കെ നേരത്ത് നടന്നു തുടങ്ങിയപ്പോഴാട്ടോ വന്നത്. അന്ന് പിന്നെ ഭയങ്കര ഉഷാറായിപ്പോയി. പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പം ഇല്ലാത്തൊരു സങ്കടം അന്നേരത്തിൻ്റെ മനസ്സിലേക്ക് കയറി വന്നിട്ടായിരുന്നു. ഇനി അവരൊക്കെ കാണുമെന്ന് പോലും അറിയില്ല. ആ ഒരു സങ്കടിക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട് അറിയാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ, എന്താ ഞാൻ പോയിട്ടൊന്നുമില്ല, വീഡിയോ ഒക്കെ നമുക്ക് കാണാം. പക്ഷേ ട്രാൻസ്ലേഷൻ വേണ്ടാതിരിക്കാം. ഓക്കെ, അപ്പം വീഡിയോ കണ്ടാലോ? ചേസ് Ishwari Sakita
കണ്ടില്ലേ, ഞാൻ പേടിപ്പിച്ച കേട്ടോ, പേടിച്ചില്ല. എനിക്ക് പേടിപ്പിക്കാൻ നോക്കിയാലും പേടിക്കില്ലായിരുന്നു. ഓക്കെ, അപ്പം എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ? രസമുണ്ടായിരുന്നോ? അതായത് ഞങ്ങൾ അത്ര സ്ട്രഗിൾ ചെയ്തിട്ട് കളിച്ചാണ്. കുറേ ആൾക്കാർക്ക് വയ്യായിരുന്നു, ആ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം കുറേ നിങ്ങൾ കാണുന്നുണ്ടാവും, കുറേ കുഞ്ഞു മക്കളുണ്ട്. എൻ്റെ ഇവിടെ തന്നെ ആക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരു അമ്മ ഉണ്ട് കൂടെ ഞങ്ങളോട് കളിക്കുന്നത്, ഇവിടെ മോളും അമ്മയും കൂടെ കളിക്കുന്നുണ്ട്. നമ്മ സത്യം പറയാനോ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ആൾക്കാർക്ക് കളിച്ചതാണ്. അത്ര സ്ട്രഗിളിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമില്ലാത്ത കുട്ടികളുണ്ടായിരുന്നു. സുഖമില്ലാത്ത മീൻസ് ഇങ്ങനെ പനിയൊക്കെ ഉള്ള മീൻസ് അങ്ങനെയല്ല, ക്ഷീണമുള്ളൊരു കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ക്ഷീണമായിരുന്നു, പക്ഷെ ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് നമ്മൾ കളിച്ചിറങ്ങിയപ്പോൾ ഒരു റിസൾട്ട് അത് മാമിക്ക് എൻ്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഉറപ്പുമില്ല, ഒരു പ്രതീക്ഷയില്ല. പ്രതീക്ഷ ഒരു പ്രതീക്ഷ ഇതില്ല, ഒരു 1% പോലും എനിക്കില്ലായിരുന്നു. പക്ഷെ അത് കളിച്ച് ഇറങ്ങിയപ്പം ഈ മാമീൻ്റെ മുഖമൊക്കെ ഞാൻ കളിക്കുമ്പോഴത്തേ അവളത് അവിടെ ഉണ്ട്, ഇത് കളിക്കുന്ന ആണെന്ത് രസമാണെന്നൊക്കെ പറഞ്ഞ് ഞാനത് ആക്കി തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഇങ്ങനെ കുഞ്ഞമ്മയൊക്കെ എൻ്റെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇലുവതാന്നൊക്കെ പറയും. എനിക്ക് അവിടെ തന്നെ ചിരിച്ച് ആ ഒരു ഫീല് ചെയ്തിട്ടുണ്ട് അവരുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് ലോങ് ആയെന്നൊന്നും എനിക്ക് ഡൗട്ടില്ല, എനിക്ക് ലോങ് ആയി തോന്നുന്നു. അപ്പം നമുക്ക് ഇനിയും കാണാം. ടാറ്റാ, ബൈ.